മാളൂസിന്റെ ആർട്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോവാണ്. ഇത് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ അരിവാളാണ് കേട്ടോ, മാളൂട്ടിന്റെ ഫോക്ക് ഡാൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. കുറച്ചുകൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. തൽക്കാലം കുറച്ച് പെയിന്റ് ചെയ്തിട്ട് ഉണങ്ങാൻ വെച്ചതാണ്. അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. പുതിയ ക്ലിപ്പ് കണ്ടോ ഗൈസ്? ഇത് എവിടുന്ന വാങ്ങിച്ചത് എന്ന് ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ വാ. അപ്പൊ ഞങ്ങള് മുബി ജിമ്മിൽ നിന്ന് വരാൻ വെയിറ്റ് ചെയ്തതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇനി കടകളൊക്കെ ഏതൊക്കെ തുറന്നിട്ടുണ്ടാവും ഒന്നും അറിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. മാളൂസ് ബാക്കിലിരിക്കുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എന്തോ പണിയിലാണ്. അപ്പൊ എന്തായാലും നാടോടി നൃത്തത്തിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എന്തൊക്കെയാണ് വാങ്ങാനുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളും എന്തായാലും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് പോയി നോക്കാം ഫസ്റ്റ് കിട്ടുമെന്നുള്ളത്. ഇല്ലെങ്കിൽ ഒന്നുമില്ല, കിട്ടണം അല്ലേ? ഒരു ലുങ്കി വേണം, ഒരു തോർത്തോണ്ട് വേണം. അതൊക്കെ തന്നെ. ബാക്കിയൊക്കെ വീട്ടിലുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം. യെസ്, അപ്പൊ ആർട്സും നാളെയാണ്, പക്ഷെ അത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത്തവണ മാളൂസ് ഒരു കൃഷിക്കാരിന്റെ ലുക്കാണ് കേട്ടോ ഫോക്ക് ഡാൻസിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു മുണ്ട് വേണം ഉടുക്കാനുള്ള. ബ്ലാക്ക് കളർ ബ്ലൗസ് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് കളർ തന്നെ എടുത്തിട്ടു. ഞാൻ ചെക്കായിട്ട് വരുന്നതിൽ ബ്ലാക്ക് കളർ ഇല്ലായിരുന്നു, അപ്പോൾ അങ്ങനെ എടുത്ത് പിന്നെ ഒരു തോർത്തുമുണ്ടും വാങ്ങി. പിന്നെയാണ് കുറച്ച് കരിവള വാങ്ങണം എന്ന് ഓർത്തത്, അപ്പോൾ അതും വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ നാളത്തേക്കുള്ള എന്തൊക്കെ കിട്ടിയോളൂ? കരിവള കിട്ടി, പിന്നെ തോർത്തുമുണ്ട് കിട്ടി, പിന്നെ ഉടുക്കാനുള്ള മുണ്ട് കിട്ടി. ബ്ലൗസിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ് നോക്കിക്കാക്ക. അപ്പൊ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മാച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഗായ്സ്, ഞങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ മാളൂട്ടി ആർട്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ കളഞ്ഞ് എഴുന്നേറ്റ് വന്നൊന്ന് പറയാൻ വരികയായിരുന്നു. പക്ഷെ ഉറക്കുണ്ടെങ്കിലും അവൾ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഗുഡ് ഗേളായിട്ട് അല്ലേ? ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം തുടങ്ങാം അല്ലേ? ഞങ്ങൾ സാൻഡ്വിച്ച് ആണ് കഴിക്കുന്നത്. ഗൈസ്, ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇതിപ്പോ കണ്ടോ എന്തോ ഒരു കോലത്തിലാണ് ഇപ്പൊ നിക്കണത്. പക്ഷെ ഇനി ഇതിന്റെ മേലെ തോർത്തുമുണ്ടൊക്കെ വെച്ച് കെട്ടാണ്ട്. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ആദ്യമായിട്ടാണ് ഞാൻ നാടോടി നൃത്തത്തിന്റെ ഒരുക്കണേ. കഴിഞ്ഞ വർഷമാണ് മാളൂസ് ഫസ്റ്റ് നാടോടി നൃത്തം കളിക്കുന്നത്. പക്ഷെ അന്ന് ഉമ്മച്ചി ഉണ്ടായിരുന്നു ഒരിക്കൽ. അപ്പൊ ഇന്നിപ്പോ ഞാനാണ്. സാരി തീരെ കഴിയില്ല എനിക്ക്. അപ്പൊ ഇത് പിന്നെ വെച്ച് കെട്ടിയാൽ മതിയല്ലോ എല്ലാം കൂടെ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. കൃഷിക്കാരി ആയോ ഗൈസ്? ഗൈസ്, ഫൈനലി ഇത് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇല്ല, ഓക്കെ. മുട്ടിന്റെ താഴെ വരെ അല്ലേ ഉണ്ടാവുള്ളൂ ഗൈസ്. ഇത് ഞങ്ങൾ ഇന്നലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. അരിവാൾ എങ്ങനെയുണ്ട്? എനിക്ക് മാർക്ക് ഇടും. 10ൽ എത്ര മാർക്ക് കൊടുക്കും ഈ അരിവാളിന്? അപ്പൊ ഞാനും മാളൂസിനെ ഒരുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മാളൂസ് ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് കഴുകി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ മറന്നുപോയോ? കുറച്ചു നേരമായി കഴുകിയിട്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കാം. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് കിഡ്സ് യൂസ് ചെയ്യുന്ന അവരുടെ ബേബി ക്രീം ഏതാന്ന് വെച്ചാൽ ആ മോയ്സ്ചറൈസർ നമ്മൾ തേച്ച് കൊടുക്കണം. മാളൂസിന്റെ ബേബി ഹെയർസ് ഒക്കെ ഫ്രണ്ടിലേക്ക്. യെസ്, ഇന്ന് ഞങ്ങള് കറുപ്പ് കമ്മലിടാൻ പോകുന്നുണ്ട്. മാളൂസിന് ഭയങ്കര ആഗ്രഹം കമ്മലിടണമെന്ന്. പക്ഷെ അവളുടെ കമ്മല് ഊരലേ ഇല്ലായിരുന്നു. ഞാൻ പറയാറുണ്ട്, എന്റെ അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ എന്റെ ഹലോ കിറ്റിന്റെ കമ്മലൊക്കെ എടുത്ത് സ്ഥിരമായിട്ട് ഇടാൻ പോകുന്നു. എനിക്ക് കുറച്ച് സൺ പ്രൊട്ടക്ഷൻ സൺ പ്രൊട്ടക്ഷൻ തേച്ച് അവിടെ ഇവിടേക്ക് ഇരിക്കേണ്ടത് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് മേക്കപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പണ്ട് യൂത്ത് ഫെസ്റ്റിവലിനും ഇതിനൊക്കെ ഡാൻസിനൊക്കെ പോയപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഭയങ്കര ഹെവി ഫൗണ്ടേഷൻ തന്നെയാണോ എന്നറിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ വാങ്ങിക്കുന്ന പോലത്തെ ബ്രാൻഡഡ് ഫൗണ്ടേഷൻസ് ഒന്നും അല്ലല്ലോ യൂസ് ചെയ്യുക. കാരണം അത്രയും കുട്ടികൾക്ക് ചെയ്യണ്ടേ. ലൈക്ക് പെയിന്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മാളൂസിന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് തന്നെ അതിൻ്റെ ഫൗണ്ടേഷനും പ്രൈമറൊക്കെ വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന അത്രയ്ക്ക് ഹെവി അല്ല, പക്ഷേ നല്ല ഹെവി ആണ്. കാരണം നാടോടി നൃത്തത്തിന് ഇച്ചിരി ഹെവി മേക്കപ്പ് വേണമല്ലോ. നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ജഡ്ജസിന്
അപ്പം നമ്മൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ജഡ്ജസിന് കാണണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കണ്ണും വിരികൊക്കെ വരച്ചെഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഡാൻസിന് അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു കറുപ്പ് ഔട്ട്ലൈൻ അത് ഞാൻ ചിലപ്പോഴേ കൊടുക്കുള്ളൂ മാളൂസിന്, ചുണ്ടിൽ ഇങ്ങനെ കറുപ്പ് ഔട്ട്ലൈൻ. ഇല്ലെങ്കിൽ ഞാൻ മെറൂൺ വെച്ചിട്ട് ചെയ്യും. അപ്പം എന്തായാലും നമുക്ക് വേഗം വേഗം ചെയ്ത് തീർക്കാം. മുബിക്കാക്ക് ഇപ്പോൾ വരും, അപ്പോഴേക്ക് റെഡി ആവണം പറഞ്ഞാണ്. എന്നിട്ട് നമുക്ക് സ്കൂളിൽ പോകണ്ടേ. മാളൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫൗണ്ടേഷനും ഇതൊക്കെ. എൻ്റെത് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇടുന്ന കാണുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗ്ലോ ക്രീം, ഫൗണ്ടേഷൻ, പക്ഷെ അതൊന്നും ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കാറില്ല. കുറെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും, അല്ലാതെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് മാളൂസിന് ആർട്സിനാണ് അന്ന് ഫോക്ക് ഡാൻസ് കളിച്ചപ്പോൾ ഇട്ട് കൊടുത്തു, പിന്നെ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഫോക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവള് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതിന് ഈ ഒരു കാരണം കൂടെ ഉണ്ട്. മേക്കപ്പ് കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാം. ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഇടാം. അതാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ബ്ലെൻഡർ ഒന്ന് നനച്ചെടുത്തിട്ട് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ. ഇതല്ല, മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഫാസ്റ്റ് അടിക്കാം. കൺസീലർ ഞാൻ ഈ ഒരു പോർഷനിൽ, ഫൗണ്ടേഷൻ പൗഡർ ഞാൻ ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്, പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഞാനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐബ്രോയും ഐലൈനറൊക്കെ എഴുതുന്നതിന് മുമ്പേ ഗൈസ് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. കണ്ണടച്ചോ? ഈ ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെടി എന്നാണ് പേര്. നെക്സ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മസ്കാരയാണ് കേട്ടോ ഗൈസ്. കാരണം മസ്കാര ഒരു 2-3 ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം. ലാഷസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഐബ്രോ ഇട്ട് കൊടുക്കാൻ പോവാണേ. ഒരു പിരിയത്തിൽ ഞാൻ ഇട്ടു. ഇനി നമുക്ക് കണ്ണ് എഴുതാം കേട്ടോ. മാളൂസിന് കോണ്ടോർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ പിടിക്കും. ബ്ലഷും കൂടെ ഇട്ടിട്ട് നമുക്ക് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യാം. ചിരിക്കും. ഇത് ബ്ലെൻഡ് ചെയ്യാം. ഉണ്ടാവോ കയ്യിലൊക്കെ ഇതുണ്ടാവോ? അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് പോലെ ഉണ്ട്. ഹൈലൈറ്റർ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും ആയിട്ടില്ല. കരിവളയും ലിപ്സ്റ്റിക്കും മാലയും നോക്കണം ഗൈസ്. അപ്പൊ ബാക്കിയുള്ളത് മുടി കെട്ടിയിട്ട് ചെയ്യാന്ന് കരുതിട്ടോ. ലിപ്സ്റ്റിക്ക് പിന്നെ ഫൈനൽ ടച്ച്. കുറച്ച് സിറം തേച്ച് കൊടുക്കുന്നുണ്ട്. മേ ബി മുടി പാറി നിൽക്കുകയാണെങ്കിൽ വാക്സിൻ തേക്കേണ്ടി വരും, നാട്ടോടി നൃത്തമായത് കൊണ്ട്. കാരണം മുടി തേച്ചാല് കെട്ടിയെടുത്ത് നിൽക്കണമല്ലോ. അപ്പം ഹെയർ ഞാനൊരു കൃഷിക്കാരിക്ക് ചേരുന്നത് പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 സൈഡിൽ നിന്ന് എടുത്ത് ലാസ്റ്റ് പുറകിൽ സാധാരണ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ കിട്ടുന്ന മോഡലിൽ അങ്ങനെയാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെവീൻ്റെ അടുത്തായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്, ഫോക്ക് ഡാൻസിന് വരക്കുന്ന പോലെ. താടീൻ്റെ ഇങ്ങനെ 3 ഡോട്ടും നെറ്റിയിൽ പൊട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് എപ്പോഴും ഡാൻസിന് റെഡ് കളർ ആയിരിക്കും ബെറ്റർ ആയിരിക്കും, കാരണം നന്നായിട്ട് കാണണമല്ലോ സ്റ്റേജിൽ ദൂരെയൊക്കെ നിൽക്കുമ്പോൾ. അങ്ങനെ എൻ്റെ കുട്ടീനെ സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ഹെയർ കെട്ടിയിട്ടുള്ളത്, വളരെ നോർമലായിട്ട്. പിന്നെ അവളെ ചെറിയ ചെറിയ മുടികൾ കട്ട് ചെയ്തതൊക്കെ ഞാൻ ക്ലിപ്പ് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ട്. പിന്നെ കരിവള ഇട്ടുകൊടുത്ത് മാല ഇട്ടുകൊടുത്ത്, മാല ചുമ്മാ ചരടും കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ അവൾക്ക് കമ്മലിടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇന്ന്, കാരണം കമ്മൽ അങ്ങനെ ഊരാറില്ലല്ലോ. അപ്പം ഇന്ന് ഫാൻസിൻ്റെ കമ്മലിടുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കറുപ്പ് കമ്മൽ ആ ഡ്രസ്സിന് ചേരുന്ന പോലെ സിമ്പിളായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലായിട്ട് ചിലങ്കയും കൂടെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പോവാണ് ഗായ്സ്. എൻ്റെ കൃഷിക്കാരി വരുന്നുണ്ടോ? പുല്ലൊക്കെ ഉണ്ട്. മുബിക്കൊക്കെ ഇവിടെ പോയി കുറെ പുല്ലൊക്കെ ഒപ്പിച്ചുകൊണ്ടിട്ടുണ്ട്. എന്ത് പുല്ല അറിയില്ല,
നമുക്ക് വണ്ടി കയറാം. നാടോടി നൃത്തം കളിക്കുന്നോണ്ട് മുന്നിലിരുന്നു ഗൈസ്. അതൊക്കെ റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടേതാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ക്ലാസ് ടീച്ചർ വന്ന് വേഗം ചെസ് നമ്പറൊക്കെ കുത്തി കൊടുത്തു. A3 ആണ് കേട്ടോ മാളൂട്ടീൻ്റെ ചെസ് നമ്പർ. മാളൂട്ടിക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പറ്റും. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഓരോ കോസ്റ്റ്യൂമിൽ ഒരുങ്ങി നിൽക്കണ കണ്ടിട്ട് അവരുടെ അടുത്ത് പോയി അവർ പഠിച്ചതും കളിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാനും അറിയാനും അവൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഏകദേശം അവളുടെ സെയിം കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടുള്ള വേറെ കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. എല്ലാ കുട്ടികളും അവരുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഒരുപാട് പേര് ഡാൻസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫോക്ക് ഡാൻസ് ഒക്കെ കണ്ട് മാളൂട്ടീൻ്റെതായി. പിന്നെ അങ്ങനെ അവൾ ഡാൻസ് ഒക്കെ കളിച്ചു. അത് കംപ്ലീറ്റ് ആയിട്ട് വ്ളോഗിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ 2-3 വീഡിയോ ആയിട്ട് കഴിഞ്ഞ തവണയൊക്കെ ഇട്ട പോലെ ഇടാം. അങ്ങനെ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ആൾ ഭയങ്കര ഫ്രീ ആയല്ലോ. പിന്നെ കുറേ നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രോഗ്രാംസും കണ്ടു. ചില സോങ്സൊക്കെ കേൾക്കുമ്പോൾ കാണാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ഭയങ്കര കാര്യമായിട്ട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവൾ കളിച്ച സെയിം പാട്ടിൽ ഒരു കുട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓടിപ്പോയി ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ ക്ലാസ്സിലുള്ള വേറെ കുട്ടികൾ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മാളൂട്ടീനെ വിളിച്ചുകൊണ്ടുപോയി മാളൂട്ടീനെ ഇരുത്തിയിട്ട് അവർ പഠിച്ച ഡാൻസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഞാൻ കാണും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ റോസ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്ന ആളില്ലേ, അവളാണ് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ഡാൻസ് ടീച്ചേഴ്സിനെ പോലെ. അങ്ങനെ കുറച്ചു നേരം അവരുടെ ഡാൻസൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടി എല്ലാവരെയും കൂടെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ എഴുന്നേറ്റിരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കൂടെ. അവരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്രോഗ്രാംസ് ഒക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പോയിരുന്ന ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. മൂബി അപ്പോഴേക്കും വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫൈനലി റിസൾട്ടും വന്നു ഗൈസ്. മാളൂട്ടിക്ക് ഫോക്ക് ഡാൻസിന് ഫസ്റ്റ് പ്രൈസ്. ആ സന്തോഷത്തിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് പോവാണ്. മൂബിക്കാക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നു. അപ്പോൾ നമുക്ക് പറയാം മാളൂസിന് 3rd പ്രൈസ് ആണുള്ളത് എന്ന് പറയാം. എന്താ പറയാ നോക്കാലോ അല്ലേ ആളോ? മാളൂസിന് ജലദോഷമാണ് ഗൈസ്. എന്നിട്ട് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലെങ്കിൽ ഇന്ന് പോവില്ലായിരുന്നു ആർട്സിന്. ജലദോഷം കഫക്കെട്ട് മാറിയിട്ടില്ല. ഡാൻസ് കളിക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പോയി കളിച്ചതാണ്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അതെന്തൊരു വള്ളിയാണ്. പപ്പനെ പറ്റിക്കാം. നടക്കും. കാക്കൻ്റെ ഉറക്കം കഴിഞ്ഞോ? ഇതെന്താ പനിയനിങ്ങനെ? ഇതെന്തങ്ങനെ? 3rd സ്റ്റാർ അറിയില്ല, നമ്മൾ കണ്ടില്ലല്ലോ കൊറേ. സമ്മാനം ആനുവൽ ഡേ ഒക്കെ ആയിരിക്കും. അതവിടെ എല്ലാരോടും നടന്നു പറയുന്നുണ്ട് ടീച്ചറോടൊക്കെ. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെന്ന് പറയുന്നുണ്ട്. നല്ല ഉറക്കമുണ്ട്. ഫോക്ക് ഡാൻസിന് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. സ്പീച്ച് ഉണ്ട് നാളെ, അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇതെന്തായാലും എൻ്റെ കുഞ്ഞ് ഒരു ദിവസം കൊണ്ട്, 2ാമത്തെ ദിവസം അവളെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തുള്ളൂ. അതായത് ഇന്നലെ മിനിഞ്ഞാന്നാണ് പഠിച്ചത്. അന്ന് ഒരു ദിവസം കൊണ്ടാണ് ഈ ഡാൻസ് പഠിച്ചെടുത്തത്. അപ്പം അതെനിക്ക് അല്ലെങ്കിലും ഫസ്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് പ്രൗഡാണ്. അപ്പം ഇത് കുറച്ച് കൂടുതൽ പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ മാളോ? താങ്ക് യു മാളൂസ് നന്നായിട്ട് കളിച്ചതിന് താങ്ക് യു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും മുബിക്കാരൻ്റെ കസിനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലിമോങ്ങാക്കനെയും കൂട്ടിയിട്ടാണ് സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ. അപ്പോൾ സ്പീച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാമിന് പോകണം. പിന്നെ അലിമോങ്ങാക്ക വന്നതിൻ്റെ പിന്നിൽ വേറൊരു വലിയ സർപ്രൈസ് ഉണ്ട്. അതെന്താന്നുള്ളത് ഞങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി മാളൂസിന് ചെസ് നമ്പറൊക്കെ കുത്തി കൊടുത്ത് സ്പീച്ചിന് A23 ആയിരുന്നു കേട്ടോ. ഇന്നലെ A3യും ഇന്ന് A20. അങ്ങനെ ചെസ് നമ്പറൊക്കെ എനിക്ക് വന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അവളുടെ പേര് എഴുതിയതൊക്കെ
ഒക്കെ കാണിച്ചിരുന്നുണ്ട്, അത് പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് pre-KG കുട്ടികളുടെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ കിങ്ങും ക്യൂനൊക്കെ ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കുറെ കുഞ്ഞു കുഞ്ഞു മക്കള് അത് ഒരുങ്ങി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാളൂസിന്റെ പ്രോഗ്രാം നടക്കുന്ന മെയിൻ സ്റ്റേജിലല്ല, അവിടെ വേറെ പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ ക്ലാസ് റൂമിലാണ് സ്പീച്ച് നടക്കുന്നത്. ഇത്രയും കുട്ടികളുടെ ഇടയിൽ 2 വലിയ കുട്ടികൾ ഇരിക്കണ കണ്ടി. അങ്ങനെ മാളൂട്ടി സ്പീച്ച് ഒക്കെ പറഞ്ഞു. ഭയങ്കര സൗണ്ടിൽ കേൾക്കാൻ പറ്റില്ല മൈക്ക് ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. അവള് സ്പീച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്തിടാം. അങ്ങനെ സ്പീച്ചൊക്കെ പറഞ്ഞു. സ്പീച്ചിനും ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഗൈസ്. ആർട്സ് ഒക്കെ കഴിഞ്ഞ് വന്ന് മാളൂസ് ഒരു കുഞ്ഞു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കണ്ടോ, എത്ര കഴുകിയിട്ടും കൺമിഷിയൊക്കെ ഉണ്ട്. നമ്മള് ആർട്സ് കഴിഞ്ഞാൽ 2 ദിവസം ഇങ്ങനെ ഉണ്ടാവും എല്ലാ ഗേൾസിന്റെയും കണ്ണ്. അപ്പൊ നമ്മളെന്തായാലും ഈ ഒരു അതെ, അപ്പൊ മാളൂസ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ആർട്സ് ഡേന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കാർട്ടൂൺ കാണാൻ പോവാണ്. ഇനി എക്സാമിന്റെ പഠിത്തം തുടങ്ങണം, അടുത്ത യുദ്ധം. അപ്പോ എന്തായാലും ഒരു ദിവസം കൊണ്ട് പഠിച്ച് ഡാൻസ് കളിച്ച മാളൂസിന് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നതായിരിക്കും. അത് ഞങ്ങൾ വേറൊരു സ്പെഷ്യൽ വ്ലോഗിൽ വരും. അപ്പോ എന്താ, അപ്പൊ ഒന്നുമില്ല, ആർട്സ് ഡേ വ്ലോഗ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ FB യിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാം. ബൈ.